നമസ്കാരം. CCTV സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. അക്കിക്കാവിൽ അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ യാത്രികൻ റോഡിൽ ചോര വാർന്നു മരിച്ചു. വെള്ളാർക്കാട് സ്വദേശി വാസുവിന്റെ മകൻ 24 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിക്ക് താഴത്തെ അക്കിക്കാവിലായിരുന്നു അപകടം. വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ഗുഡ്സ് ലോറിയും സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിനു ശേഷം നിർത്താതെ പോയ ഗുഡ്സ് ലോറിയെ അതുവഴി വന്ന മറ്റൊരു യാത്രക്കാരൻ മറികടന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ ലോറി 100 മീറ്ററോളം വലിച്ചു കൊണ്ടുപോയിരുന്നു. അപകടത്തെ തുടർന്ന് റോഡിൽ തലയിടിച്ചു വീണ യുവാവ് രക്തം വാർന്ന നിലയിൽ റോഡിൽ അരമണിക്കൂറോളം കിടന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. പിന്നീട് ഇതുവഴി വന്ന മറ്റൊരു ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ കുന്നംകുളം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ആംബുലൻസിൽ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിനു ചുറ്റും 100 മീറ്റർ ഭൂമി ഏറ്റെടുക്കുന്നതിനു വേണ്ടി ഇറക്കിയ വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്ന് ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം സർക്കാരിനോടും ദേവസ്വം ഭരണസമിതിയോടും ആവശ്യപ്പെട്ടു. 50 വർഷം മുന്നിൽ കണ്ടുള്ള വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പാസാക്കിയ ശേഷമേ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കാവൂ എന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ക്ഷേത്ര നടപ്പന്തലുകളിലും ദേവസ്വം റോഡുകൾക്കിരുവശവുമുള്ള അനധികൃത വഴിയോര കച്ചവടം അവസാനിപ്പിക്കുക, ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിനൊഴിപ്പിച്ച വ്യാപാരികളെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി അധ്യക്ഷത വഹിച്ചു. ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. റഹ്മാൻ തിരുനെല്ലൂർ, മനോജ് V മേനോൻ, GK പ്രകാശൻ, K രാധാകൃഷ്ണൻ, ടെസ്സി ഷൈജോ, M ആനന്ദ്, നീതു ബിനീഷ്, K രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഷിഗല്ല പ്രതിരോധ യജ്ഞവും ഊർജിതമാക്കുന്നതിനായി സർവകക്ഷി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ നടത്തിവരുന്ന വിവിധ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് യോഗത്തിൽ വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് സബേറ്റ വർഗീസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സുരേന്ദ്രൻ, ഷഹീദ്, ജിഷ അനിൽ, ലിസി ജോയ്, സുജിഷ, അനൂപ്, ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവരും സംസാരിച്ചു. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഉപന്യാസ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. മാറുന്ന ലോകത്തിൽ ക്രിസ്തീയ സാക്ഷ്യം എന്ന വിഷയത്തിൽ ജൂലൈ 5 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 കുന്നംകുളം ഇൻക്രൈസ്റ്റ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലാണ് മത്സരം. വിജയികളാവുന്നവർക്ക് യഥാക്രമം 3000, 2000, 1000 രൂപ ക്യാഷ് പ്രൈസുകൾ നൽകും. 4 മുതൽ 10ാം സ്ഥാനം വരെയുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്യും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രജിസ്ട്രേഷനായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7994795472 7025408002. ചരമം. കാണിപ്പയ്യൂർ പരേതനായ ചെറുവത്തൂർ കൊട്ടിലിൽ കുര്യാക്കോസ് ഭാര്യ ബേബി മാത്യു നിര്യാതയായി. 100 വയസ്സായിരുന്നു. റിട്ടയേർഡ് KSEB ഉദ്യോഗസ്ഥയാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 തൊഴിയൂർ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെന്റ് ജോർജ് കത്തീഡ്രലിൽ വെച്ച് നടത്തും. പരേതനായ CK പ്രദീപ് മകനാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.